ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. നമ്മുടെ ഇന്നത്തെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് MBBS അബ്രോഡ് സ്റ്റഡീസിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വേണ്ടി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിസ ഫോർ സ്റ്റഡി MDയും അതേപോലെ തന്നെ സീനിയർ അബ്രോഡ് സ്റ്റഡി കൺസൾട്ടൻറ്റുമായിട്ടുള്ള ഡോക്ടർ അഡ്വക്കേറ്റ് ബെന്നി തോമസ് ആണ്. സോ സാറിനെയും അതേപോലെ തന്നെ ഈ ഒരു മീറ്റിംഗിലേക്ക് വന്ന എല്ലാ മെമ്പേഴ്സിനെയും വെൽക്കം ചെയ്യുകയാണ്. സോ ഓവർ ടു യു ബെന്നി സർ. Thank you, Mr. Alvin. Welcome everybody to this webinar. ഇന്നത്തെ നമ്മുടെ വെബിനാറിന്റെ സബ്ജക്റ്റ് അബ്രോഡ്, ഇന്ത്യയിൽ നിന്ന് അബ്രോഡ് പോയി MBBS പഠിക്കുന്ന സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വെബിനാറിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളുമൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇന്ത്യയിൽ നീറ്റ് എഴുതുകയും ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ലാതെ വരികയും ചെയ്യുന്ന കാരണം കമ്പാരിറ്റീവ്ലി മെഡിക്കൽ സീറ്റ്സും നമ്പർ ഓഫ് ആസ്പിരൻസിൻ്റെയും എണ്ണം ഹൈ ആയതുകൊണ്ടുള്ള ഡിഫറൻസിൽ നിരവധി കുട്ടികൾ കഴിഞ്ഞ ഒരു 15-20 വർഷമായി അബ്രോഡ് പോയി MBBS ചെയ്യുകയും അബ്രോഡിൽ നിന്ന് നല്ല രീതിയിൽ പാസ്സായി തിരികെ വന്ന് ഇന്ത്യയിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ക്വൈറ്റ് കോമൺ ആയി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സബ്ജക്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ഇവിടെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അബ്രോഡേക്ക് പോകുന്ന ഒരു കാൻഡിഡേറ്റ്, MBBS പഠനത്തിന് പോകുന്ന ഒരു കാൻഡിഡേറ്റ് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ എക്സാമുകളിലൂടെ കടന്നു പോകണം, എൻട്രൻസ് എക്സാമുകളുണ്ടോ, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് നേടിയിട്ടുണ്ടാവണം, അബ്രോഡ് പോയി പഠിച്ച് പഠനം പൂർത്തിയാക്കിയാൽ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ എന്താണ് വേണ്ട റിക്വയർമെന്റ്സ്, തിരികെ ഇന്ത്യയിൽ വന്നാൽ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് എല്ലാവരും MBBS പഠനത്തിന് അബ്രോഡേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാരണം ഇന്ത്യയിൽ മെഡിക്കൽ സീറ്റ്സ് അവൈലബിൾ അല്ല, അതും അഫോർഡബിൾ കോസ്റ്റിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി MBBS ചെയ്യാൻ ആൾക്കാർ നിർബന്ധിതരാകുകയാണ്. അപ്പോൾ അബോർഡ് ഫീസാണ്. ഈവൻ $4,000 ഇന്ത്യൻ മണിയിൽ ഏകദേശം 3.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ റേഞ്ചിൽ പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്ന പ്രോഗ്രാമുകൾ ചെയ്ത് ഇവർക്ക് അവിടെ പഠിക്കുവാൻ കഴിയുന്നു. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 ഇയേഴ്സ് ആണ്. 6 ഇയേഴ്സ് ഡ്യൂറേഷനുള്ള പ്രോഗ്രാമിലാണ് ആൾക്കാർ ജോയിൻ ചെയ്യുക. 6 ഇയേഴ്സ് ഡ്യൂറേഷനിൽ MBBS പൂർത്തിയാക്കി. MD എന്നാണ് വിദേശത്ത് എല്ലാ MBBS പ്രോഗ്രാമിനെയും വിളിക്കുക. ആക്ച്വലി അത് മാസ്റ്റർ ഓഫ് ഡോക്ടറേറ്റ് അല്ല, അതിൽ MD എന്ന ഓമന പേരിൽ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് MBBS തന്നെയാണ്. 6 ഇയേഴ്സ് ആണ് ഡ്യൂറേഷൻ. അതുപോലെ ഇവർക്ക് ഫ്യൂച്ചറായിട്ടുള്ള ജോബ് സെറ്റിൽമെന്റും മറ്റു കാര്യങ്ങളും അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മിക്ക രാജ്യങ്ങളിലും അവർ പഠിക്കുന്ന രാജ്യത്ത് തന്നെ സെറ്റിൽ ആവാനുള്ള അനുമതി ലഭിക്കുന്നുണ്ട്. ഡോക്ടേഴ്സായിട്ട് അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് വന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അബ്രോഡ്, യൂറോപ്പിലായിക്കോട്ടെ മറ്റു രാജ്യങ്ങളിലായിക്കോട്ടെ പോയി പഠിക്കുന്നവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പഠിക്കുവാനും ഹൈ ഡെഫിനേഷൻ എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാനും ഇന്റർ കൾച്ചർ ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുവാനും മൾട്ടിനാഷണൽ കൾച്ചറിൽ പഠിക്കുവാനും ജോബ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു എക്സ്പോഷർ ഈ അബ്രോഡ് പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ലഭിക്കുന്നു. അതിനാൽ തന്നെ അബ്രോഡ് പോയി പഠിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ പഠനത്തെക്കാളും കോസ്റ്റിലും, ഇനി കോസ്റ്റിനെ പറ്റി പറയുമ്പോൾ ട്യൂഷൻ ഫീസ് മാത്രമല്ല ഒരു കോസ്റ്റ്, നമ്മുടെ ലിവിങ് എക്സ്പെൻസസ് മറ്റൊരു കോസ്റ്റാണ്. എന്താണ് ലിവിങ് എക്സ്പെൻസസിന്റെ പ്രശ്നം? നമ്മൾ ഫീസ് കുറഞ്ഞ ഒരു രാജ്യത്ത് പോയി അവിടെ ലിവിങ് കോസ്റ്റ് മന്ത്ലി വലിയൊരു പൈസ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആവില്ല. അതേസമയത്ത് യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും MBBSന് പോകുന്ന നമ്മൾ ഇന്നിവിടെ പരാമർശിക്കുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ അഫോർഡബിൾ, നമ്മുടെ ഒരു മെട്രോപൊളിറ്റൻ ഇന്ത്യൻ സിറ്റിയിൽ താമസിക്കുന്ന അതേ ഇതിൽ അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നു. 20,000-25,000 രൂപയ്ക്ക് ബൾഗേറിയ പോലെയുള്ള രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ അക്കോമഡേഷൻ, ഫുഡ്, ഇന്റർനെറ്റ്, മൊബൈൽ, മറ്റു കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസിനും കറന്റ്ലി പഠിക്കുന്ന സ്റ്റുഡൻസിനും സാധിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ബാംഗ്ലൂർ പോയി പഠിച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ ബാംഗ്ലൂരോ ചെന്നൈയിലോ ഒക്കെ പോയി ഒരു മറ്റ് പ്രോഗ്രാമുകൾക്കോ ഏത് കോഴ്സിന് ചേർന്നാലും
അവരുടെ ഒരു മന്ത്ലി കോസ്റ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ടിൽ അവർക്ക് ഈ എബ്രോഡ് പഠിക്കാൻ കഴിയുന്നു. അവരുടെ അക്കോമഡേഷൻ, ഫുഡ്, മെയിൻ്റനൻസ് കോസ്റ്റിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതും ഇതിൻ്റെ അകത്ത് ഒരു പ്രധാന ഫാക്ടറാണ്. ആൾക്കാർ പോകുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യം, ഇന്ത്യൻ ഫുഡ് ലഭിക്കുന്നോ എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പം മിക്ക യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളും MBBS ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും ഇന്ത്യൻ സ്റ്റുഡൻസ് ഇഷ്ടം പോലെ വന്നതുകൊണ്ട് ഈവൻ ഇന്ത്യൻ മെസ്സുകൾ റൺ ചെയ്യുന്ന സിസ്റ്റം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇൻഡിവിജ്വലി ഓരോ യൂണിവേഴ്സിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. നമുക്കിനിയും എലിജിബിലിറ്റി, എന്ത് എലിജിബിൾ ആയിട്ടുള്ളവർക്കാണ് MBBS അബ്രോഡ് പഠിക്കാൻ പറ്റുന്നത്? വളരെ സിമ്പിളാണ്. 12th അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം വിത്ത് മിനിമം മാർക്സ്. ഇപ്പോൾ 50% ആണ് മിക്ക യൂണിവേഴ്സിറ്റികളുടെയും കട്ട് ഓഫ്. 50% ഉണ്ടെങ്കിൽ പഠിക്കാം. ഇന്ത്യയിൽ നമുക്കത് സ്വപ്നം കാണാൻ കഴിയില്ല. സബ്ജക്ട്സ് സയൻസ് ഗ്രൂപ്പ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിലും 50% ആൻഡ് അബോവ് മാർക്സ് ഉള്ളവർക്ക് കിട്ടും. ഏജ് ഇവിടെ ഒരു ഫാക്ടറായിട്ട് പറയുന്നില്ല. പക്ഷെ അടുത്ത ഒരു എഡ്യൂക്കേഷൻ ഗ്യാപ്പ്, വലിയ ഗ്യാപ്പ് ഇല്ലാതെ അവർ +2 കഴിഞ്ഞ് ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. ഡിഗ്രി കഴിഞ്ഞിട്ടും ചിലർ MBBSന് പോകുന്നുണ്ട്. അതിനും തടസ്സമില്ല. എഡ്യൂക്കേഷൻ ഗ്യാപ്പ് വലിയധികം വരാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനേ ഉള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം, ഇത് മീഡിയം ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷിലാണ്. അത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെയും ഒരു റിക്വയർമെന്റ് ആണ്. ഇപ്പൊ മീഡിയം ഓഫ് ഇംഗ്ലീഷിലാണെങ്കിൽ IELTS വേണ്ടി വരില്ലേ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കാം. IELTS ആവശ്യമില്ല. ഇന്ത്യൻ വിദ്യാർത്ഥികൾ നോർമലി അവരുടെ കരിക്കുലത്തിൽ ഇംഗ്ലീഷ് കമ്പൽസറി സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും എക്സംഷൻ ഉണ്ട്. നിങ്ങളിപ്പം ബ്രോഷറുകൾ, ഈ ഇവിടെ സൂചിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ ബ്രോഷറിൽ പോയാൽ IELTS 6 കമ്പൽസറി എന്ന് കാണാം. പക്ഷെ ഇത് ഇന്ത്യൻ സ്റ്റുഡൻസിന് എക്സംഷൻ ആണ്. അതുകൊണ്ട് തന്നെ IELTS പഠിക്കേണ്ടതില്ല. ഇനിയും അബ്രോഡ് സ്റ്റഡീസിന് ഈ MBBSന് പോകുമ്പോൾ എന്തൊക്കെ എലിജിബിലിറ്റി വേണം, എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണം, ആരെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? അതിൽ ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നിപ്പോൾ ക്വൈറ്റ് കോമൺ ആണ്, നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അത് പാസ്സായ, ക്വാളിഫൈ ആയവർക്ക് മാത്രമേ ഇനി മുതൽ വിദേശത്ത് MBBSന് പോകാൻ പറ്റുള്ളൂ. അത് സ്ട്രിക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇല്ലാത്തവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടും, അവിടെ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. അപ്പം UG അണ്ടർ ഗ്രാജുവേറ്റ് നീറ്റ് എഴുതണം. നീറ്റിൽ ക്വാളിഫൈ ആയാൽ മതി. നിങ്ങൾക്കറിയാം 720 മാർക്സ്. അതിൽ 130 140 ഓരോ ഇയറിലും കട്ട് ഓഫ് ഉണ്ടാവും. അത് എത്രയാണോ, ജസ്റ്റ് ക്വാളിഫൈഡ് ആയ ഒരു സ്റ്റുഡൻറ്റിന് അബ്രോഡ് മെഡിക്കൽ ഗ്രാജുവേഷൻ പഠിക്കാൻ പോകാം. ഇല്ല എങ്കിൽ അവർക്ക് തിരികെ വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അടുത്തൊരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്, രജിസ്ട്രേഷൻ വിത്ത് NMC. എന്താണ് NMC? നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. അത് ആണ് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ രംഗത്തെ പ്രൊഫഷണൽസിനെ കൺട്രോൾ ചെയ്യുന്ന ബോഡി. നേരത്തെ പോകുന്നതിന് മുന്നേ 2000 രൂപയുടെ DD എടുത്ത് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്ത് നമുക്കൊരു റെസീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തിരികെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമുണ്ടായിരുന്നു. ഇപ്പോൾ NMC ആ റൂള് വേവ് ഓഫ് ചെയ്തു. നീറ്റ് ക്വാളിഫൈഡ് ആയവർ, നീറ്റിന് ഡാറ്റയിൽ അവരുടെ ലിസ്റ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് ഈ NMC രജിസ്ട്രേഷൻ ഇനിമേൽ ആവശ്യമില്ല. മറ്റെന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ? മറ്റെന്തെങ്കിലും ഫോർമാലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്നുണ്ട് എങ്കിൽ NMCയുടെ രജിസ്ട്രേഷൻ വേണം, അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത്തരം യാതൊരു കണ്ടീഷൻസും ഇല്ല. തിരികെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നവർ നീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. നീറ്റ് ഇല്ലാതെയും വിദേശ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ ഈ വർഷം മുതൽ നീറ്റ് ഒരു റിക്വയർമെന്റ് ആയിട്ട് അവരുടെ ബ്രോഷേഴ്സിലും വെബ്സൈറ്റുകളിലും ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തിരികെ വന്നാൽ MBBS അബ്രോഡ് പഠിച്ചു തിരികെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ല, ടെസ്റ്റ് ഭയങ്കര ടഫാണ്, പാസ്സാവുന്നില്ല എന്നൊക്കെ ആൾക്കാർ ഒരു ടോക്കുണ്ട്. എന്താണ് FMGE? FMGE എന്ന് പറയുന്ന ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാമിനേഷൻ. ഇതായിരുന്നു ഇതുവരെ നിലവിലുണ്ടായിരുന്നത്. തിരികെ വന്നാൽ MBBS അബ്രോഡ് പഠിച്ച് തിരികെ വരുന്ന ഒരാൾ എഴുതേണ്ടിയിരുന്ന എക്സാമാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാമിനേഷൻ, FMGE. അത് അബോളിഷ്ഡ് ആയിരിക്കുന്നു. ഇനി ഇപ്പോൾ എഴുതേണ്ട എക്സാം നെക്സ്റ്റ് ആണ്. വാട്ട് ഈസ് നെക്സ്റ്റ്? നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് ആണത്. ഈ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് ഇനിമേൽ ഇന്ത്യയിൽ പഠിക്കുന്ന MBBS ഗ്രാജുവേറ്റ്സിനും വിദേശത്ത് പഠിക്കുന്നവർക്കും ഈക്വലി ബാധകമായിരിക്കും. അതിനർത്ഥം ഇന്ത്യയിൽ പഠിച്ചാലും വിദേശത്ത് പഠിച്ചാലും ക്വാളിറ്റി എഡ്യൂക്കേഷൻ നടത്തി ഈ ഒരു ബെഞ്ച് മാർക്ക് പാസ്സാവാതെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ എടുക്കാനോ പ്രാക്ടീസ് ചെയ്യാനോ കഴിയില്ല. തൊട്ട് താഴെ സൂചിപ്പിച്ചിരിക്കുന്ന നീറ്റ് PG, ഈ നീറ്റ് PGയും അബോളിഷ്ഡ് ആവുകയാണ്. എന്തിനാണ് നീറ്റ് PG? MBBS എടുത്ത് MD പഠിക്കുവാൻ, ഇന്ത്യയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ
നീറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പോലെ തന്നെ നീറ്റ് PG എഴുതി ക്വാളിഫൈ ആവണം. അതിപ്പോൾ അതും അബോളിഷ് ആവുന്നു. നെക്സ്റ്റ് എഴുതുന്നവർക്ക് PG പഠിക്കുവാൻ ഓട്ടോമാറ്റിക്കലി എലിജിബിലിറ്റി കിട്ടും. അപ്പോൾ ഇനിമേൽ വിദേശത്ത് പഠിച്ചു വന്നതുകൊണ്ട് മാത്രം ഒരു സ്റ്റുഡൻറ്റിനെ ഇവിടെ ഇന്ത്യയിൽ മെഡിക്കൽ കൗൺസിൽ സെപ്പറേറ്റ്ലി പരിഗണിക്കുന്നു എന്നുള്ള ആ ഒരു ആക്ഷേപം ഒഴിവാകുകയാണ്. ഇന്ത്യയിൽ പഠിച്ചാലും വിദേശത്ത് പഠിച്ചാലും നെക്സ്റ്റ് എഴുതി ക്വാളിഫൈ ആയവർക്ക് മാത്രമേ ഇതിൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്, ഈ നെക്സ്റ്റ് ടഫാണോ? നെക്സ്റ്റ് പാസ്സാവുന്നുണ്ടോ? FMG ടഫായിരുന്നോ? FMG ഒക്കെ ടഫായിട്ടുള്ള ടെസ്റ്റുകൾ തന്നെയാണ്. അതിനി എല്ലാവർക്കും ബാധകമാണ്. 42-46% ഒക്കെ ആയിരുന്നു പാസ് മാർക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയപ്പോൾ. അപ്പോൾ അത് സീരിയസ് സ്റ്റുഡൻസിന് മാത്രമേ ഇതിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. അത് ഇന്ത്യയിൽ പഠിച്ചാലും ഇനി മുതൽ അങ്ങനെയാണ്, വിദേശത്ത് പഠിച്ചാലും സീരിയസ്ലി ഡോക്ടർ ആവാനും പ്രാക്ടീസ് ചെയ്യുവാനും സർവീസ് ചെയ്യുവാനും വില്ലിംഗ് ആയിട്ടുള്ളവർ മാത്രം ടേക്കപ്പ് ചെയ്യേണ്ട ഒരു പ്രൊഫഷനും ഒരു കോഴ്സുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന MBBS. നമുക്കിനിയും പ്രൈമായിട്ടുള്ള കൺട്രികൾ, ഏതൊക്കെ കൺട്രികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദേശ MBBSന് പോകുന്നത്? ഏറ്റവും കൂടുതൽ പോകുന്ന ഇന്ത്യൻസിന്റെ ഏറ്റവും ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആരോട് ചോദിച്ചാലും MBBS ജോർജിയാണ്. ജോർജിയ വളരെ പോപ്പുലർ ആണ്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ ജോർജിയ പോപ്പുലർ ആണ്. മറ്റൊരു രാജ്യമാണ് മോൾഡോവ. മോൾഡോവയിൽ ലിമിറ്റഡ് യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ, പക്ഷെ അവിടെയും ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിരവധി പഠിക്കുന്നു. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ബൾഗേറിയ. ബൾഗേറിയയിൽ നിരവധി കുട്ടികൾ MBBSന് പഠിച്ച് പാസ് ഔട്ടായി ഓൾറെഡി ബൾഗേറിയയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഏജൻസികൾ ത്രൂ പോയവർ തന്നെ ബൾഗേറിയയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പഠനം കഴിഞ്ഞ് UK വന്ന് ജോബിൽ കയറി നമ്മുടെ അസിസ്റ്റൻസോട് കൂടി തന്നെ കയറിയവരുണ്ട്, ജോബിൽ നിൽക്കുന്നവരുണ്ട്. തിരികെ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ബൾഗേറിയ ഒരു ഏറ്റവും ഫേമസ് ഡെസ്റ്റിനേഷനാണ്. ഏറ്റവും ക്രെഡിബിൾ ആയിട്ട് ഏറ്റവും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് റൺ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുള്ള ഒരു കൺട്രിയാണ് ബൾഗേറിയ. മറ്റൊരു കൺട്രിയാണ് ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസ് MBBS വളരെ പോപ്പുലർ ആണ്. ഇൻ ദ സെൻസ് അത് US ഫർദർ മൈഗ്രേഷനും US സെറ്റിൽമെന്റും ആഗ്രഹിക്കുന്നവർക്ക് ഫിലിപ്പൈൻസ് യൂണിവേഴ്സിറ്റികൾ ലൈക്ക് ആംഗ്ലസ്, മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മനില ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. USMLE എഴുതി അവർക്ക് അമേരിക്കൻ കരിക്കുലത്തിലേക്ക് മാറി. അമേരിക്കൻ കരിക്കുലമാണ് ആക്ച്വലി ഫിലിപ്പൈൻസിൽ ടീച്ച് ചെയ്യുന്നത്. അതുപോലെ ഈ കൺട്രികൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൺട്രികളുടെ കരിക്കുലത്തെ പറ്റിയും ഒരു ഐഡിയ ഉണ്ടാവണം. യൂറോപ്യൻ കരിക്കുലം ഫോളോ ചെയ്യുന്ന കൺട്രികളുണ്ട്, US കരിക്കുലം ചെയ്യുന്നുണ്ട്. അതുപോലെ ചൈനയ്ക്ക് ചൈനീസ് കരിക്കുലം തന്നെയാണ്. അവർക്കാണ് തിരികെ വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നത്. മറ്റ് പോപ്പുലർ ആയിട്ടുള്ള കൺട്രികൾ, ഞാൻ പ്രൈം കൺട്രികളാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള കൺട്രികൾ ഞാനിവിടെ സൂചിപ്പിച്ച പോലെ ചൈന വളരെ പോപ്പുലർ ആണ്. പക്ഷെ ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം താഴേക്ക് വരുന്നത് കാരണം അവരുടെ ചൈനീസ് കരിക്കുലം പഠിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പല സ്റ്റുഡൻസും ഇപ്പോൾ ചൈനയിൽ പഠിക്കുന്നില്ല. അതുപോലെ റഷ്യൻ കരിക്കുലം വളരെ പോപ്പുലർ ആയിരുന്നു, ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും അതും ഇപ്പോൾ ഡൗൺ ആണ്. ഇനി ആരെങ്കിലും ഇവിടെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും കൺട്രികളിൽ പോകണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വിസ ഫോർ സ്റ്റഡിക്ക് ഈ എല്ലാ കൺട്രികളും എല്ലാ യൂണിവേഴ്സിറ്റികളും ടൈപ്പ് ഉള്ളതാണ്. നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് സംസാരിക്കുന്ന കൺട്രികൾ ഇന്ന് വളരെ ലിമിറ്റഡ് കൺട്രികളായിരിക്കും. അതായിരിക്കും നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി കൺട്രീസ്. അതുപോലെ കിർഗിസ്ഥാനിൽ ഇപ്പോൾ MBBS പോപ്പുലർ ആണ്, ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഈവൻ ബംഗ്ലാദേശിൽ പോയി പഠിക്കുന്നുണ്ട്, കസാഖിസ്ഥാനിൽ പോയി ആൾക്കാർ പഠിക്കുന്നുണ്ട്, അർമേനിയ, ജർമ്മനിയിൽ പഠിക്കുന്നുണ്ട്. ജർമ്മനിയിൽ ആരെങ്കിലും ആസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ജർമ്മൻ അഡ്മിഷൻ വളരെ വളരെ ടഫാണ്. ഞങ്ങളുടെ പ്രീവിയസ് പാസ്റ്റ് എക്സ്പീരിയൻസിലൊക്കെ വളരെ ലിമിറ്റഡ് നമ്പർ, ഫ്യൂ നമ്പേഴ്സ് മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. എന്താണ് അവിടുത്തെ ചലഞ്ച്? അവിടുത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് അവിടുത്തെ നേറ്റീവ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റണം. അതായത് A1, A2, B1, B2 ആണ് സാധാരണ ഒരു ഗ്രാജുവേറ്റിന് വേണ്ടി വരിക. ഇവിടെ C1, C2 ലെവലിലേക്കൊക്കെ പഠിച്ചാൽ മാത്രമാണ് ജർമ്മനിയിൽ ഒരു MBBSന് അഡ്മിഷൻ കിട്ടുക. അവിടെ വെരി സീരിയസ് അപ്രോച്ച് ആയതുകൊണ്ടും അവിടുത്തെ കരിക്കുലം അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ജർമ്മൻ ലാംഗ്വേജിൽ ഈ പറഞ്ഞ ലെവൽസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു ചലഞ്ച് ഉണ്ട്, ജർമ്മൻ മീഡിയത്തിൽ പഠിച്ച് തിരികെ വന്നവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്യുന്നവർ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും മൈൻഡിൽ കരുതേണ്ടതാണ്. അതുപോലെ അസർബൈജാൻ ഇപ്പോൾ പോപ്പുലർ ആണ് MBBS പഠനത്തിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ. ഉക്രൈൻ പോപ്പുലറാണ്, ഉക്രൈനിൽ വാറും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്റ്റിൽ അവിടുന്ന് തിരികെ വന്നവർ വീണ്ടും പോയി ജോയിൻ ചെയ്ത സിറ്റുവേഷനൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ UK വളരെ ഫേമസ് ആണ്. UK ഫേമസ് ആകുമ്പോൾ UKക്കുള്ള കോസ്റ്റ് ആണ് അഫോർഡബിൾ അല്ലാത്തത്. 38 lakhs and above ആണ് പെർ ഇയർ ഫീസ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പഠിക്കുന്നതുമായിട്ട് വലിയ വ്യത്യാസമില്ല. ഇന്ത്യയിൽ മാനേജ്മെന്റ് കോട്ടയിൽ പഠിക്കുന്നതും തമ്മിലൊന്നും വലിയ വ്യത്യാസം വരില്ല.
IELTS 7 വേണം. അതൊക്കെയാണ് UK റിക്വയർമെന്റ്. US-ന്റെയും സെയിം തന്നെയാണ്, ഫീസ് ഹൈ ആണ്, IELTS 7 ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് മറ്റ് പോപ്പുലർ ആയിട്ട് കുട്ടികളുടെ ഇടയിൽ MBBS ആസ്പിറൻസിന്റെ ഇടയിൽ ടോക്കിൽ വരുന്ന, സെർച്ചിൽ വരുന്ന കൺട്രികളാണ് ഇവിടെ സൂചിപ്പിച്ച മറ്റ് കൺട്രികൾ. നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ പോപ്പുലർ കൺട്രികളായ ജോർജിയ, ബൾഗേറിയ, മോൾഡോവ, ഫിലിപ്പൈൻസ് തുടങ്ങിയ കൺട്രികളിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടുത്തെ കോഴ്സിന്റെ ഒരു ഡ്യൂറേഷൻ, കോഴ്സിന്റെ പാറ്റേൺ, എങ്ങനെ അത് പഠിക്കാൻ ക്വാളിഫൈ ആകാം, അതിനെപ്പറ്റി ഇവിടെ നോക്കാം. കോഴ്സ് ഡ്യൂറേഷൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 6 years ആണ്. MD പ്രോഗ്രാം എന്നാണ് അറിയപ്പെടുക. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷിലായിരിക്കണം. എന്തുകൊണ്ട്? തിരികെ വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ NMCയുടെ ഗൈഡ് ലൈൻ, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഗൈഡ് ലൈനിൽ ആദ്യം പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ടീച്ചിങ് അല്ല എങ്കിൽ അവർക്ക് തിരികെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. ഇനിയും ഇതിൻ്റെ അകത്ത് മറ്റൊരു ചലഞ്ച് ഉണ്ട്. ആ രാജ്യങ്ങളിൽ ഇപ്പം ജോർജിയയിലോ ബൾഗേറിയയിലോ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ഇവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അവിടെയും പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അപ്പം ഇംഗ്ലീഷ് ആയിരിക്കും മീഡിയം ഓഫ് ടീച്ചിങ്. പാരലായിട്ട് ആ കൺട്രിയുടെ റീജിയണൽ ലാംഗ്വേജ് എല്ലാ MBBS സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്. 6 years പഠനത്തിന് ശേഷം ഇപ്പോൾ ബൾഗേറിയയിലൊക്കെ പഠിച്ച് ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ അനുഭവത്തിൽ അവർ 3rd ഇയറിലൊക്കെ വളരെ മാസ്റ്ററി ആവും. 4th ഇയർ മുതൽ അവർക്ക് 4th, 5th, 6th ഇയറിൽ അവർക്ക് ഇന്റേൺഷിപ്പ്, ഹൗസ് സർജൻസി പീരീഡിൽ അവർ ലോക്കൽസുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുക. ആ സമയത്ത് അവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റീജിയണൽ ലാംഗ്വേജ് പഠിക്കേണ്ടതുണ്ട്. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നീറ്റ് ക്വാളിഫൈഡ് എലിജിബിലിറ്റി മാത്രം മതി, അവന് കട്ട് ഓഫ് മാർക്കുകളൊന്നുമില്ല. നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പറയുന്ന ആ ഒരു ക്വാളിറ്റി മാത്രം അവർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടും. അടുത്ത +2 സയൻസ് ഫീൽഡ് ആയിരിക്കണം. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ 50% ആൻഡ് അബോവ് മാർക്സ് ഉള്ളവർക്ക് ഇപ്പോൾ അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മിനിമം ക്രൈറ്റീരിയ പാലിക്കുന്നവർക്ക് ജോർജിയയിലോ ബൾഗേറിയയിലോ MBBS പ്രോഗ്രാമിന് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ മെയിൻ ആയിട്ട് ബൾഗേറിയയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും അധികം പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾ, ഈവൻ UK-യിലുള്ള ഇന്ത്യൻസിന്റെ സ്റ്റുഡൻസ് ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള, UK-യിൽ സെറ്റിൽ ആയിട്ടുള്ളവർ പോലും പോയി പഠിക്കുന്ന 3-4 ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് ബൾഗേറിയ. ബൾഗേറിയ തന്നെയാണ് എന്നോട് ചോദിച്ചാൽ ഇപ്പൊ ഈ MBBS-ൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റികൾ ചോദിച്ചാൽ എൻ്റെ പ്രീവിയസ് പാസ്റ്റ് അനുഭവത്തിൽ നിന്ന്, ഞങ്ങൾ വിട്ട കുട്ടികളുടെ അനുഭവത്തിൽ നിന്ന്, അവരുടെ പാസ് ഔട്ട് റേഷ്യോയിൽ നിന്ന്, അവരുടെ ഫ്യൂച്ചർ ജോബിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഈ ലിസ്റ്റിൽ അടുത്ത പേജിൽ കാണുന്ന പ്ലവൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിരിക്കും നമ്പർ 1 എന്ന് സൂചിപ്പിക്കുക. കാരണം അത്രയധികം പാസ് റേറ്റും അത്രയധികം ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ പഠിച്ചിറങ്ങി ജോബിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വർണ്ണ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി. ഇതിൽ ഫീസ് സ്ട്രക്ചർ അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് 2024-ലെ അനൗൺസ്ഡ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറാണ് പറയുന്നത്. ഇതിന്റെ ഇൻടേക്കിനെ പറ്റി പറയുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഇൻടേക്ക് വരിക. സെപ്റ്റംബർ ഒക്ടോബർ. അപ്പോൾ ഇപ്പോൾ ഹൈ ടൈമായി. നമ്മുടെ നീറ്റിന്റെ എക്സാം 5th മെയിൽ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ നടക്കുവാണ്. 5th മെയിൽ എക്സാം നടന്നു കഴിഞ്ഞാൽ റിസൾട്ട്സ് വന്നാൽ ഇവരുടെ ആപ്ലിക്കേഷൻ, അതിനു മുന്നേ നമുക്ക് പ്രൊവിഷണൽ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വർണ്ണ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 8,000 euro ആണ് ഇയർലി ഫീസ്. ഇവർക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട്, അതിന്റെ ഫീസാണ് 230 euro. അടുത്ത മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലോഡിവ് യൂണിവേഴ്സിറ്റിയും വളരെ ഫേമസ് ആണ്. ഈ ബൾഗേറിയൻ യൂണിവേഴ്സിറ്റികൾ ഒന്നിനൊന്ന് മെച്ചമാണ്, ഈക്വലി കോമ്പീറ്റിംഗ് ആണ്. ഇൻഡിപെൻഡന്റ് ക്യാമ്പസും എല്ലാ ഫെസിലിറ്റീസും ഉള്ള 200, 300, 500, 1000 വർഷം പഴക്കമുള്ള യൂണിവേഴ്സിറ്റികൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരുടെ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. അപ്പോൾ പ്ലോഡിവ് യൂണിവേഴ്സിറ്റിയും 8,000 തന്നെയാണ് euro ഫീസ്. 200 euro എൻട്രൻസ് എക്സാമിന്. എൻട്രൻസ് എക്സാമുകളൊക്കെ ഓൺലൈനിലാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതിന് അവിടെ പോകേണ്ടതില്ല. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാം സോഫിയ യൂണിവേഴ്സിറ്റിയുടെയാണ്, മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സോഫിയ. അവരുടെ 9,000 ആണ് അവരുടെ ഇയർലി ഫീസ്. 220 ആണ് അവരുടെ euro ആണ് എൻട്രൻസ് എക്സാം ഫീസ്. മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സോഫിയ, അതുപോലെ ട്രാക്കിയ യൂണിവേഴ്സിറ്റിയും ഫേമസ് ആണ്. 8,000 euro ആണ് അവരുടെ ഫീസ്. സോഫിയയുടെ ഫീസ് 1,000 euro എപ്പോഴും അപ്പായിരിക്കും, കാരണം അവര് ക്യാപിറ്റൽ സിറ്റി ആണ് സോഫിയ. ബൾഗേറിയയുടെ ക്യാപിറ്റലാണ് സോഫിയയിലുള്ള ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സോഫിയയിൽ 9,000 euro ആണ് ഫീസ് വരുന്നത്. അതേസമയത്ത് ട്രാക്കിയയിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ 8,000 ആണ്. പ്ലവേണിൽ ഏറ്റവും ഫീസ് ഒരു 500 euro എപ്പോഴും കുറവായിരിക്കും, 7,500 ആണ്. അവിടെയാണ് നമ്മൾ കാണുന്ന ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കാണുന്നത്. ഇവരുടെ എൻട്രൻസിന്റെ ഫീസ് 300 euro ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ബൾഗേറിയയിലെ മെയിൻ ആയിട്ടുള്ള
ഇവിടെ നിങ്ങൾ കണ്ടു 5 യൂണിവേഴ്സിറ്റികളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. ഈ 5 യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങി നിരവധി വിദ്യാർത്ഥികൾ, ഇന്ത്യൻ വിദ്യാർത്ഥികൾ, അതുപോലെ കേരള സ്റ്റുഡൻസും ഇപ്പോൾ ബൾഗേറിയയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എബ്രോഡ് മറ്റു രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. തിരികെ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുകയോ PGക്ക് പഠിക്കുകയോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള റെഫറൻസ് വേണമെങ്കിൽ പോലും ആർക്കും ഡൗട്ട്ഫുൾ ആണെങ്കിൽ തരാൻ കഴിയും. അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സായി പ്രാക്ടീസ് ചെയ്യുന്നവർ ഞങ്ങളുടെ പാനലിലുണ്ട് എന്നുള്ളതോട് ഞാൻ സൂചിപ്പിക്കട്ടെ. അടുത്തത് നമുക്ക് ജോർജിയയാണ്. ആരോട് ചോദിച്ചാലും ജോർജിയ ആണ്. കേരളത്തിൽ ഏറ്റവും പോപ്പുലർ ജോർജിയ ആയിരിക്കും. ജോർജിയൻ യൂണിവേഴ്സിറ്റികളെ പറ്റി ഇപ്പൊ ഇവിടെ ആദ്യം സൂചിപ്പിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ പേരൊക്കെ എല്ലാവർക്കും ബൈഹാർട്ടായിരിക്കും. കൗക്കാസസ് യൂണിവേഴ്സിറ്റി. കൗക്കാസസ് തന്നെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി രണ്ടാമതൊരു ക്യാമ്പസ് ഉണ്ട്. അപ്പം ഈ യൂണിവേഴ്സിറ്റിയൊക്കെ കേരളക്കാരുടെ ക്വൈറ്റ് പോപ്പുലർ ആണ്. ഇതിന്റെ ഫീസ് $US അവർ സ്വീകരിക്കുക. $6000 ആണ് ഇതിന്റെ ഫീസ് ആയിട്ട് വരുന്നത്, ഇയർലി ഫീസ്. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫീസ് ഉണ്ട്. അത് ഇവർക്ക് വരുന്നത് $700 ആണ് വരിക. അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ഫേമസ് ആയിട്ടുള്ള. 18ഓളം യൂണിവേഴ്സിറ്റികൾ ജോർജിയയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക്, എബ്രോഡ് സ്റ്റുഡൻസിന്, തേർഡ് കൺട്രി നാഷണൽസിന് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. 18 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. വളരെ ലോങ് ലിസ്റ്റ് ആണ്. ജസ്റ്റ് ഞാൻ ഇതിലൂടെ മെൻഷൻ ചെയ്ത് പോവാം. ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി $5000 ആണ് ഫീസ്. $5000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ മണി കറൻസി എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയാൽ അപ്രോക്സിമേറ്റ്ലി 4 lakhs rupees വരുന്നുള്ളൂ പെർ ഇയർ. അപ്പോൾ അത്രയും ചീപ്പായിട്ട് ഇപ്പം ഇന്ത്യയിൽ ഒരു MBA പഠിക്കാൻ പോയാൽ പോലും 5 lakhs 6 lakhs പെർ ഇയർ ഫീസാണ്. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ട്, ഞാൻ ഈ പറഞ്ഞതുപോലെ മന്ത്ലി അക്കോമഡേഷൻ, ഫുഡ്, മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കിയാൽ പോലും ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യയിലെ ഒരു സാധാരണ സിറ്റിയിൽ പഠിക്കുന്ന ഒരു നോർമൽ കോഴ്സിന് പഠിക്കുന്ന ഫീസിന്റെ സ്ട്രക്ചറിൽ ഈ രാജ്യങ്ങളിൽ, ജോർജിയ, ബൾഗേറിയ പോലുള്ള രാജ്യങ്ങളിൽ പഠിക്കാൻ കഴിയും. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് $5000 ആണ് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ. $300 രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഡോക്യുമെന്റേഷൻ മറ്റ് ചാർജസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് $700 വരുന്നതാണ്. ഇതിനെല്ലാം പുറമെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ ഫീസ് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തു പോകുന്നത്. അതിനർത്ഥം ഈ ഫീസ് മാത്രമല്ല, ഏജൻസികളുടെ കൺസൾട്ടൻസി ഫീസ് എല്ലാ ഏജൻസികളും ഇന്ത്യയിൽ മേടിക്കുന്നുണ്ട്. കാരണം യൂണിവേഴ്സിറ്റികളൊന്നും ഇതിന് കമ്മീഷൻ നൽകുന്നതല്ല. അതുകൊണ്ട് ഏജൻസികളുടെ സർവീസ് ചാർജ് ഇതിന് പുറമെയാണെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ കുട്ടികളും നമ്മൾ കൗൺസിൽ ചെയ്യുന്നവരും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട. ഇതിൻ്റെ അകത്ത് ഏജൻസികളുടെ സർവീസ് ചാർജ് പുറമെയാണ്. കാരണം ഒരു യൂണിവേഴ്സിറ്റിയും കമ്മീഷൻ നൽകാറില്ല. അപ്പൊ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റി നമ്മൾ സൂചിപ്പിച്ചു. ഇന്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റി, ഇതും $6000 അഡ്മിഷൻ നൽകുന്ന ഇയർലി ഫീസാണ്. ഈ ഇന്റർനാഷണൽ ബ്ലാക്ക് സീ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആണ്. ഇന്ത്യൻ സ്റ്റുഡൻസ് കവാക്കസ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത്. അടുത്ത് ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഇതും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇവരുടെ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത് €8,000 $13,000 USD റേഞ്ചിലാണ്. അടുത്ത ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി $5,500 ആണ് അവരുടെ ഈ വർഷത്തെ ഫീസ്. അതുപോലെ തന്നെ ഈസ്റ്റ് യൂറോപ്പ് പോലെ തന്നെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ ഫീസ് 6,000 ആണ്. ഇനി ഇവാനെ ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവർക്ക് 8,000 ആണ് അവരുടെ ഇയർലി ഫീസ്. അടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, ജോർജിയയുടെ സ്റ്റേറ്റിന്റെ പേരിൽ തന്നെയുള്ള ഇതൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. $6,000 ആണ് ഫീസ്. മറ്റൊന്ന് കുറ്റായിസി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, ഇത് $4,000 പഠിക്കാൻ കഴിയും. ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി, ഇത് ഈ അമേരിക്കൻ കരിക്കുലം ആയതുകൊണ്ടാണ് കൃത്യമായിട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റി തന്നെ എടുത്തു പറയുന്നത്. ഇവർക്കാണ് USMLE പഠിച്ച് എക്സാം US മെഡിക്കൽ ലൈസൻസിങ് എക്സാം എഴുതി അവിടെ PG പഠിക്കാനോ അവിടെ പ്രാക്ടീസ് ചെയ്യാനോ പോസിബിലിറ്റി ഉള്ള കോഴ്സ് സെലക്ട് ചെയ്യുന്നവർ, ഫിലിപ്പൈൻസിൽ പോയി പഠിക്കുന്നതിന് ഈക്വലായിട്ട് ജോർജിയയിൽ തന്നെ പഠിക്കാവുന്ന അമേരിക്കൻ കരിക്കുലം ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി. ബാറ്റുമി ഷോട്ട യൂണിവേഴ്സിറ്റി, അതും സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെയും $4,000 ആണ് ഫീസ്. അതുപോലെ ഗ്രിഗോൾ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവർക്കും $5,000 ആണ്. അൽറ്റെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ 18 യൂണിവേഴ്സിറ്റികൾ അടങ്ങുന്ന ഒരു കൺസോർഷ്യം തന്നെ ജോർജിയയിൽ MBBS പഠിക്കാൻ വേണ്ടി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ജോർജിയ പോപ്പുലർ ആകുന്നതും
ഫീസ് സ്ട്രക്ചർ നിങ്ങൾ കണ്ടു. 4 ലക്ഷം രൂപ മുതൽ പഠിക്കാൻ കഴിയുന്ന മാക്സിമം വരുന്ന 6 ലക്ഷം 7 ലക്ഷം രൂപ പോലും ആകുന്നില്ല ഇയർലി ഫീസ്. ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെ കീഴിലും ഓൾമോസ്റ്റ് ഇന്ത്യൻ മെസ്സ്, ഇന്ത്യൻ ക്യാൻറ്റീൻ, ഇന്ത്യൻ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് പാക്കേജ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പാക്കേജ് ആയിട്ട് ഒരു ഇയർലി പാക്കേജ് എടുക്കാം. നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് പാക്കേജ് വേണം എടുക്കാം. ട്യൂഷൻ ഫീസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പാക്കേജുകൾ ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഫുഡ് കൾച്ചർ ഒക്കെ ഏകദേശം ഇന്ത്യൻ കൾച്ചറിലേക്കും ഇന്ത്യൻ ക്ലൈമറ്റിലേക്കും, ക്ലൈമറ്റ് കോൾഡ് ക്ലൈമറ്റ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട്. എന്നാൽ പോലും ബെസ്റ്റ് ക്ലൈമറ്റ് പറയാവുന്ന ഒരു കൺട്രിയാണ് ജോർജിയ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെയും കേരള സ്റ്റുഡൻസിന്റെ ഇടയിൽ ഈ ജോർജിയ പോപ്പുലർ ആണ്. അടുത്തത് MBBS ഇൻ ഈജിപ്റ്റ്. ഇത് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു പുതിയ അറിവായിരിക്കാം. ഈജിപ്തിൽ MBBS നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരാം. തീർച്ചയായിട്ടും ഈജിപ്തിൽ MBBS നടക്കുന്നുണ്ട്. MBBSന്റെ ഒരു പ്രത്യേകത ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, 7 വർഷത്തെ പ്രോഗ്രാമാണ്. മറ്റേക്ക് ഞാൻ പറഞ്ഞ 6 years ആണ്. 2 years ഇന്റേൺഷിപ്പ് ആണ്. 5 years സ്റ്റഡിയും 2 years ഇന്റേൺഷിപ്പും ആണ്. അതായത് നമ്മുടെ ഹൗസ് സർജൻസി പോലെ 1 year ആണ് മറ്റു രാജ്യങ്ങളിലുള്ളത്. അതുപോലെ ഇത് 2 വർഷമാണ് ഈജിപ്തിലുള്ളത്. അതുപോലെ എലിജിബിലിറ്റി ഹൈ ആണ്, ഹൈ പാരാമീറ്റേഴ്സ് ആണ്. 75% മാർക്സ് ഉള്ളവർക്ക് ഇതിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. നമ്മൾ സൂചിപ്പിച്ച മറ്റ് ബൾഗേറിയ, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വേണ്ടിയിരുന്നത് 50% ആയിരുന്നു. +2 സയൻസ് ഫീൽഡ് ആയിരിക്കണം. ടീച്ചിങ് മെത്തേഡ് ഇംഗ്ലീഷിൽ തന്നെയാണ്. നീറ്റ് ക്വാളിഫൈഡ് ആവുകയും വേണം. ഈജിപ്തിലെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ കെയ്റോ യൂണിവേഴ്സിറ്റി ഉണ്ട്, മൻസോറ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ അസ്യൂട്ട് യൂണിവേഴ്സിറ്റി ഉണ്ട്, അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റികളൊക്കെയും നല്ല സ്റ്റാൻഡേർഡോടുകൂടി കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഇത് ഈ ഡെസ്റ്റിനേഷൻ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഇടയിൽ അത്ര പോപ്പുലർ ആയിരിക്കില്ല. ഈജിപ്തിലേക്ക് ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഇവിടെ നമ്മൾ സൂചിപ്പിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് മോൾഡോവയാണ്. മോൾഡോവയിലെ യൂണിവേഴ്സിറ്റി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗിൾ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് മോൾഡോവയിലുള്ളത്. മോൾഡോവ യൂണിവേഴ്സിറ്റിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വളരെ ഹൈ സ്റ്റാൻഡേർഡ് പഠനത്തിന് സാധ്യതയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു കൺട്രിയാണ് മോൾഡോവ. മോൾഡോവയിലെ നമുക്ക് അറിയാം, മോൾഡോവൻ കൾച്ചറും വളരെ ഹൈ സ്റ്റാൻഡേർഡ് ആണ്. ലിവിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലിവിങ് കോസ്റ്റ് ഇത്തിരി അധികമാണ്. നിക്കോളെ ടെസ്റ്റ്മാൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒറ്റ യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ നമുക്ക് മോൾഡോവയിലേക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്ന് പോപ്പുലർ ആയിട്ടുള്ള കൺട്രികളെ പറ്റി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫിലിപ്പൈൻസിൽ ഞാൻ പറഞ്ഞിരുന്നു, ഫിലിപ്പൈൻസും പോപ്പുലർ ആണ്. ഫിലിപ്പൈൻസിലെ ആംഗ്ലസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ മനില സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. US കരിക്കുലം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ അവരുടെ സെറ്റിൽമെന്റും പ്രാക്ടീസും ഒക്കെ US ഫോക്കസ് ചെയ്യുന്നവർക്ക് ഫിലിപ്പൈൻസ് ബെസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ജോർജിയയിലെ ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാണ് അവർ ഓപ്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് കൺട്രികളെ പറ്റിയിട്ടുള്ള മറ്റൊരു വെബിനാർ അടുത്ത ദിവസം തന്നെ ഉണ്ടാവുന്നതാണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. ഇപ്പൊ ഈ സംസാരിച്ച കൺട്രികളെ പറ്റി, ഇതിൽ ഞാനിവിടെ സൂചിപ്പിച്ച പോയിന്റുകളെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. MBBS പ്രോഗ്രാം തീർച്ചയായിട്ടും ഇന്ത്യയിൽ എല്ലാവർക്കും പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. വിസ ഫോർ സ്റ്റഡി നിരവധി കുട്ടികളെ വിട്ട് അവരുടെ ടെസ്റ്റിമോണിയൽ അടക്കമുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഇതിന്റെ ബേസിസിലുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഹലോ. തീർച്ചയായും സാർ, പിന്നെ അതൊരു പ്രധാനപ്പെട്ട കാര്യം സാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2021 പുതിയ റൂൾസ് വന്നു, FMC മറ്റേ NMC റൂൾസ് വന്നു. റൂൾസ് അനുസരിച്ച് എവിടെയാ പഠിക്കുന്നോ ആ സ്ഥലത്തില് ഉള്ള ലൈസൻസിങ് എക്സാം എഴുതി അവിടെ ഡോക്ടറായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇവിടെ FMCക്കോ നെക്സ്റ്റിനോ എലിജിബിലിറ്റി കിട്ടുന്നത്. അങ്ങനെ നോക്കുന്നപ്പോ ഇൻക്ലൂഡിങ് ജോർജിയയിലെ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അസിസ്റ്റന്റ് ഡോക്ടർ അല്ലാണ്ട് ഫുൾ ഡോക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദറായിട്ട് PG വേണം. സെയിം മറ്റേ ബൾഗേറിയയിൽ അങ്ങനെ തന്നെയാണ്, ഫുൾ ഡോക്ടറായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ PG വേണം. അപ്പൊ ഇതിൽ നമ്മുടെ പിള്ളേർക്ക് പ്രശ്നമല്ല. കുറെ പിള്ളേർ പഠിക്കുന്നുണ്ട് ജോർജിയയില്, പക്ഷെ അവര് പിന്നെ ഈ അവിടെ രജിസ്ട്രേഷൻ എടുക്കാണ്ട് ഇവിടെ എഴുതാൻ പറ്റാണ്ടായി പോവോ? അങ്ങനെ ഒരു അതൊരു റോങ് ഇൻഫർമേഷൻ ആണ്. ഞാൻ നിങ്ങൾക്ക് റഫറൽ കാൻഡിഡേറ്റിനെ തരാം. ബൾഗേറിയയിൽ ഈ 6 years MD കഴിഞ്ഞ് ഈ വർഷം തന്നെ ഇവിടെ ജോയിൻ ചെയ്ത 2 കുട്ടികൾ, കണ്ണൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ 2 കുട്ടികൾ ഇവിടെ UK, ഞാനിപ്പോൾ UK ഇരുന്നാണ് സംസാരിക്കുന്നത്, ലണ്ടനിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്.
ഇവിടുത്തെ NHS നാഷണൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ, അതായത് ഗവൺമെന്റ് സെക്ടറിൽ രണ്ടുപേരും ജോബിൽ കയറിയിട്ടുണ്ട്. ജോബ് അസിസ്റ്റൻസ് ഞങ്ങൾ കൊടുക്കുന്നതാണ്. അവര് ജസ്റ്റ് MD കഴിഞ്ഞ് അവർക്ക് IELTS പോലും ആവശ്യമില്ല UK വന്ന് പ്രാക്ടീസ് ചെയ്യാൻ. അല്ലാത്തവർ പ്ലാബ് ലെവൽ 1, 2 എഴുതണം UK വന്ന് പ്രാക്ടീസ് ചെയ്യാൻ. അതുപോലും ഇല്ലാതെ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അതൊരു റോങ് ഇൻഫർമേഷൻ ആണ്. അവർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് അവിടുത്തെ കൗൺസിൽ രജിസ്ട്രേഷൻ ബൾഗേറിയൻ കൗൺസിലിലോ ജോർജിയൻ മെഡിക്കൽ കൗൺസിലിലോ രജിസ്റ്റർ ചെയ്യണം. UK ചെയ്യണമെങ്കിൽ GMC ഇവിടുത്തെ ജനറൽ മെഡിക്കൽ കൗൺസിൽ ചെയ്യണം. അതിന്റെ റിക്വയർമെന്റ് മാത്രം മീറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഇന്റർനാഷണലി ഇത് WHO അംഗീകരിച്ച കോളേജുകൾ, മെഡിക്കൽ കോളേജുകളിലാണ് കുട്ടികൾ പഠിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച കോളേജിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാത് രാജ്യങ്ങളിൽ തിരികെ പോയി പ്രാക്ടീസ് ചെയ്യുവാൻ അവർക്ക് PG ആവശ്യമില്ല. PG വേണ്ടവർക്ക് അഡീഷണലി എടുക്കാം. ഹലോ ഫ്രണ്ട്സ്, സോ നമുക്ക് ഇന്ന് വെബിനാർ സ്റ്റഡി എബ്രോഡ് MBBS ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് സംസാരിച്ചത്, നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്തത് നമ്മളുടെ ബെന്നി സാറാണ്. സാറിപ്പോൾ ലണ്ടനിൽ നിന്നാണ് നമുക്ക് ഈ സെഷൻ ഹാൻഡിൽ ചെയ്തത്. സോ ബെന്നി സാറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. സോ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ കാൻഡിഡേറ്റ്സിനും ഏറ്റവും പ്രത്യേകമായിട്ട് ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത ബെന്നി സാറിനും നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം.